ഓപ്പറേഷൻ സിന്ദൂറിൽ വീരമൃത്യു വരിച്ച സൈനികൻ ദീപക് ചിമാങ്ങിന് രാജ്യം വിട നൽകുകയാണ്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി. ശ്രീനാഥ്, കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിൽ പരുക്കേറ്റ ദീപകിന്റെ വീരമൃത്യു സംഭവിച്ചത് ഇന്നാണ്. എങ്ങനെയാണ് ആ ധീര ജവാന് രാജ്യം വിട നൽകുന്നത്? ശനിയാഴ്ചയുണ്ടായ ആക്രമണത്തിലാണ് BSF കോൺസ്റ്റബിൾ ദീപക് ചിമാങ്ങിന് പരുക്കേറ്റത്. ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ വിട നൽകുകയാണ്. റീത്ത് ലേയിങ് സെറിമണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീനാഥ്, വിശദാംശങ്ങൾ. ഇപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ രാജ്യത്തെ കാത്തുനിന്ന ജവാനാണ്. പാകിസ്ഥാനുമായുള്ള വെടിവെപ്പിൽ അദ്ദേഹത്തിന് വീരചർമ്മം അടയേണ്ടി വന്നിരിക്കുന്നു. അദ്ദേഹം 10-ാം തീയതിയാണ്, ശനിയാഴ്ചയാണ് അദ്ദേഹത്തിന് വെടിയേൽക്കുന്നത്. പിന്നീട് അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. അദ്ദേഹത്തെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം പരമാവധി നടത്തി, പക്ഷേ അത് സാധിച്ചില്ല. ഇന്നലെ അദ്ദേഹത്തിൻ്റെ മരണവും BSF സ്ഥിരീകരിച്ചു. BSF ജമ്മു ആണ് ഈ വിവരം ഔദ്യോഗികമായി അറിയിച്ചത്. മണിപ്പൂരിൽ നിന്നുള്ള സൈനികനാണ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ജമ്മുവിൽ നിന്ന് അദ്ദേഹത്തിന് യാത്ര നൽകുകയാണ്. സൈനികർ ഔദ്യോഗികമായി തന്നെ ഇദ്ദേഹത്തിന് ആദരവ് അർപ്പിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഇനിയിപ്പോൾ നാളെ ഉച്ചയോടെയാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശമായ മണിപ്പൂരിലേക്ക് മൃതദേഹം എത്തിക്കുക എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം ജന്മനാട്ടിൽ അദ്ദേഹത്തിന് ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകളടക്കം നടക്കും. അതിനു മുമ്പായുള്ള അദ്ദേഹത്തിനൊരു ആദരവ് ഇപ്പോൾ സൈനികമായി തന്നെ അവിടെ തന്നെ ഇപ്പോൾ നൽകുകയാണ്. ജമ്മു കാശ്മീരിൽ വെച്ച് നൽകുകയാണ്. ശനിയാഴ്ചയാണ് അദ്ദേഹത്തിന് വെടിയേൽക്കുന്നത്. നമുക്കറിയാം, ജമ്മുവിലെ അതിർത്തി മേഖലകളിൽ ശക്തമായ വെടിവെപ്പ് നടക്കുന്നുണ്ടായിരുന്നു. BSFന് ഇക്കാര്യത്തിൽ തിരിച്ചടി നൽകാൻ ഒരു ഫ്രീ ഹാൻഡ് കേന്ദ്ര സർക്കാർ നൽകിയതാണ്. അതുകൊണ്ട് പാകിസ്ഥാന്റെ പ്രകോപനത്തെ അതിന് ഒത്ത രീതിയിൽ തന്നെ ഒരു മറുപടി BSFന്റെ ഭാഗത്ത് നടത്തുന്നുണ്ടായിരുന്നു. അപ്പം നുഴഞ്ഞുകയറ്റത്തിലുള്ള ശ്രമങ്ങളും BSFന്റെ ജവാന്മാർ അത് തകർക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നുഴഞ്ഞു കയറിയ ഭീകരരെയൊക്കെ തന്നെ വധിക്കുന്നുമുണ്ടായിരുന്നു. അത്തരം ചില ഓപ്പറേഷനുകളിൽ ദീപക്കും പങ്കാളിയായിരുന്നു. അങ്ങനെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രതിസന്ധി ഘട്ടത്തിൽ ഈ തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനം ഉണ്ടാകുന്ന സമയത്ത് പോരാടി നിന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പോരാളിയാണ്. അദ്ദേഹത്തിന് വെടിയേൽക്കുന്നു. പിന്നീട് രക്ഷിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ, ചികിത്സ നൽകി രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും പക്ഷേ അത് സ്വാധീനിക്കാതെ വരുന്നു. അങ്ങനെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി വീരചടമം വരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ പാകിസ്ഥാനുമായി സമീപകാലത്തുണ്ടായ ഈ യുദ്ധസമാനമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം ഇതോടെ 6 ആവുകയാണ്. അനുജ, അതിർത്തിയിൽ ശനിയാഴ്ചയുണ്ടായ വെടിവയ്പ്പിലാണ് BSF ജവാൻ ദീപക് ചിങ്കഖത്ത് അദ്ദേഹത്തിന് പരുക്കേറ്റത്. അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് ഇന്നാണ്. ഇപ്പോൾ സൈന്യത്തിൻ്റെ ആദരം ജമ്മു കശ്മീരിൽ അദ്ദേഹത്തിന് സൈന്യം ആദരം നൽകുകയാണ്. റീത്ത് ലേയിങ് സെറിമണിയാണ് ഇപ്പോൾ നടക്കുന്നത്. സംസ്കാരം നാളെയാകും ഉണ്ടാവുക. BSF കോൺസ്റ്റബിളാണ് ദീപക് ചിങ്കഖത്ത്. അദ്ദേഹത്തിന് സേനയുടെ അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന ആ ചടങ്ങ് അതാണിപ്പോൾ നടക്കുന്നത്.